എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ ഉള്ള പദ്യം മുതലാണ് നമ്മളിന്ന് ചർച്ച തുടരുന്നത്. 43-ാം പദ്യത്തിൽ പ്രകൃതിയുടെ അഥവാ മായയുടെ പിടിയിൽപ്പെട്ട് സുകൃതികൾ പോലും ചുഴന്നിടുന്നു എന്ന് സമർത്ഥിച്ചു. ഈ സുകൃതികളുടെ ചുഴറ്റൽ എൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് സത്യം പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ലാത്ത മതങ്ങളുടെ തമ്മിലടി. ഇന്ന് എവിടെയും കാണുന്നത്, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദിവസം പ്രതി സ്ഫോടനങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാകുന്നത് മതയുദ്ധങ്ങളാണ്. നമ്മുടെ ചരിത്രത്തിൽ മുൻപ് കുട്ടികൾക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എണ്ണി പറയുകയാണ് 15ാമത്തെ കുരിശുയുദ്ധം. കുരിശുയുദ്ധം എന്ന് വെച്ചാൽ 2 മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. 15, 16 അങ്ങനെ എണ്ണി പോവുകയാണ്. എന്നാണ് ഇത് അവസാനിക്കുക? എന്താ ഇതിന്റെ കാര്യം? സുകൃതികൾ പോലും മായയിൽപ്പെട്ടുയരുന്നു. സത്യം ശാസ്ത്രീയമായി നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്തരം സമരങ്ങളുടെ ഒന്നും പ്രശ്നമില്ല. ഈ സമരങ്ങൾ മതങ്ങൾ തമ്മിലല്ല, മതത്തിനകത്തും സംഭവിക്കുന്നു. ഇപ്പൊ ഹിന്ദുമതത്തിനകത്ത് തന്നെ ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിലൊക്കെ പണ്ട് ഈ സൗത്ത് ഇന്ത്യയിൽ വലിയ ലഹളകൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അതുപോലെ ഇന്നും ചെറിയ ചെറിയ മതസങ്കല്പങ്ങളുമായി കഴിയുന്നവർ തമ്മിൽ മത്സരിക്കുന്നു. സത്യം പിടികിട്ടിയാൽ പിന്നെ എന്തിനാണ് ഈ മത്സരം? അതുകൊണ്ട് പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് തന്നെ ഈ മതഭേദത്തിന്റെ നിരർത്ഥകത യാതൊരർത്ഥവുമില്ലേ. എന്താണ് മതം? സത്യാന്വേഷണമാണോ? അതോ ഓരോരുത്തർ സ്വയം സങ്കല്പിക്കുന്ന ചില ഈശ്വര സങ്കല്പങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ? സത്യാന്വേഷണമാണെങ്കിൽ അത് ശാസ്ത്രീയമായി ചിന്തിച്ച് വിലയിരുത്തി അംഗീകരിക്കൂ. വേദാന്ത മതം പോലെ ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യം നൽകുന്ന മറ്റൊരു മതവുമില്ല. വാസിഷ്ഠവും മറ്റും ആദ്യം പറയുന്നത് യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി അന്യത് തൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മയോനിന. യുക്തിയുക്തം ഉപാദേയം, ശാസ്ത്രീയമായി യുക്തിയുക്തമായി പറയുന്ന വാക്ക് അംഗീകരിക്കൂ. അപ്യുക്തം ബാലകാദപി, ഒരു കൊച്ചു കുട്ടിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് അംഗീകരിക്കൂ. നേരെ മറിച്ച് യാതൊരു യുക്തിയുമില്ല. അന്യത് തൃണമിവ ത്യാജ്യം, സത്യം അന്വേഷിക്കാനൊരുമ്പെടുന്ന ആൾ തനിക്ക് യുക്തിയുക്തമായി ബോധ്യപ്പെടാത്ത കാര്യമാണെങ്കിൽ തൃണമിവ ത്യാജ്യം, തൃണം പോലെ തള്ളിക്കളയണം. അത് പിന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അതാണ് മത അന്ധതയായി മാറും. ഈ ബ്രെയിൻ വാഷ് എന്നൊക്കെ പറയുന്നില്ലേ, അത് മതം മാത്രമല്ല, ഏത് സിദ്ധാന്തമായാലും ശരി, യുക്തിയുക്തമല്ലാത്തത് കുറെ കാലം പറഞ്ഞ് വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ചിലരെ അതിന്റെ അടിമകളാക്കി കഴിഞ്ഞാൽ ഇതാണ് ഈ ബ്രെയിൻ വാഷ് എന്നൊക്കെ പറയുന്നത്. ഏത് സിദ്ധാന്തവും അന്ധമായി വ്യക്തിയെ പതിപ്പിക്കും. അത് സമൂഹത്തെ വളരെയധികം കഷ്ടത്തിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഗുരുദേവൻ ഈ മതഭേദത്തിന്റെ നിരർത്ഥകത വളരെ ശാന്തമായ വാക്കുകളിൽ, അല്ലാതെ ആരെയും കർക്കശമായി നിരൂപണം ചെയ്യാനോ ഒന്നുമല്ല, ശാന്തമായ വാക്കുകളിൽ അടുത്ത 6 പദ്യങ്ങളിൽ, അതായത് 44 മുതൽ ഉള്ള 6 പദ്യങ്ങളിൽ ഈ മതഭേദത്തെ തള്ളിക്കളയുകയാണ്. സ്വാമി രാമതീർത്ഥൻ പറയും,
അതിഗംഭീരനായ ഒരു ബ്രഹ്മനിഷ്ഠനായിരുന്നു രാമതീർത്ഥസ്വാമി. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ക്രിസ്തുവിനോ കൃഷ്ണനോ ബുദ്ധനോ നബിക്കോ അടിമപ്പെടുത്താതിരിക്കൂ. അവർ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, ആര് പറയുന്നതും കേൾക്കൂ. പക്ഷെ വ്യക്തമായി വിചാരം ചെയ്ത് ഇത് ശാസ്ത്രീയമാണോ യുക്തിയുക്തമാണോ എന്ന് പരിശോധിച്ചിട്ട് അംഗീകരിക്കാവൂ. ഈ സ്വാതന്ത്ര്യം ഗീതയിൽ കൃഷ്ണൻ നമുക്ക് തരുന്നു. ഒടുവിൽ എന്താ അർജുനനോട് പറഞ്ഞത്? അർജുന, നിനക്ക് ഞാൻ ജ്ഞാനം ഉപദേശിച്ചു. ഇതിത്തെ ജ്ഞാനമാഖ്യാതം പരമമായ സത്യത്തിന്റെ അറിവ്, അതാണ് ജ്ഞാനം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു തരുന്നതല്ലല്ലോ ജ്ഞാനം. ആ പരമമായ സത്യത്തിന്റെ വ്യക്തമായ രൂപം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. ഗുഹ്യതരം. ഇത് നല്ലവണ്ണം ചിന്തിച്ചറിയേണ്ട രഹസ്യമാണ്. വിമർശിതദശേഷേണ, ആ വാക്യം ഓർമ്മിക്കുക. നീ അത് കുറച്ചൊക്കെ ചിന്തിക്കലല്ല, വിമർശിതദശേഷേണ, അശേഷേണ വിമർശിക്കൂ. ഇത് നമ്മുടെ ബന്ധുകൃഷ്ണൻ ഞാൻ പറഞ്ഞതാണ്. ഇനി കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലായ്മ തോന്നുമോ? അങ്ങനെ ഒരു ഏർപ്പാടും വേണ്ട ഇക്കാര്യത്തിൽ. വിമർശിതദശേഷേണ. എന്നിട്ടോ കൃഷ്ണൻ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ ഇരിക്കുന്നത് ശരിയാണോ? ഒന്നും വേണ്ട. യഥേച്ഛസി തഥാ കുരു. നിനക്കെന്താ ബോധ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യൂ. പക്ഷെ ഇത് നല്ലവണ്ണം വിചാരം ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുറപ്പിക്കണം ആദ്യമായി. ഈ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേദാന്തശാസ്ത്രം നൽകുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സത്യാന്വേഷി വിജയിക്കൂ. അല്ലാതെ എന്തെങ്കിലും കേട്ട്, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഗുരുക്കന്മാർ ഒക്കെ ഉണ്ട്. പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഈ അടുത്ത കാലത്ത് തന്നെ, ഗുരുവിനെ ധിക്കരിക്കാമോ സാർ? അല്ല, ഗുരുവിനെ ധിക്കരിക്കണമെന്ന് ആര് പറഞ്ഞു? ഗുരു ഇപ്പം നമുക്ക് ഹരിശ്രീ നമ്മെ പഠിപ്പിച്ച ഗുരു, നമ്മള് ഹരിശ്രീ കഴിഞ്ഞ് അങ്ങോട്ട് BA-ക്ക് MA-ക്ക് പോയി വേറെ ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നു. അതിന്റെ അർത്ഥം ഹരിശ്രീ പഠിപ്പിച്ച ഗുരുവിനെ ധിക്കരിക്കുന്നു എന്നല്ലല്ലോ. ഹരിശ്രീ പഠിപ്പിച്ച ഗുരുവിനെ കണ്ടാലും നമ്മൾ PhD ഒക്കെ എടുത്തു കഴിഞ്ഞാലും എണീക്കും, നമ്മൾ അദ്ദേഹത്തെ വന്ദിക്കും. അല്ലാതെ അദ്ദേഹത്തെ ആരാ ധിക്കരിക്കുന്നത്? ആചാര്യസ്വാമികളും മറ്റും പറയുന്നത്, സത്യാന്വേഷണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ സത്യാനുഭവത്തിന് തടസ്സം നിൽക്കുന്ന ഗുരുവാണെങ്കിൽ അദ്ദേഹത്തെ ധിക്കരിക്കണ്ട, ഒന്ന് മാറി നിൽക്കൂ, ഞാൻ മുമ്പോട്ട് പോട്ടെ, അങ്ങ് എനിക്ക് തടസ്സമാവരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ സത്യം പൂർണ്ണമായി ബോധ്യപ്പെടുന്നതുവരെ മുമ്പോട്ട് പോകണം. അല്ലാതെ ഗുരുവിനെ ധിക്കരിക്കാനൊന്നും ആരും പറയുന്നില്ല. ഇതാണ് ഒരു സത്യാന്വേഷിക്ക് വേണ്ട ആദ്യത്തെ ഗുണം. വിവേകാനന്ദ സ്വാമിയും മറ്റും അങ്ങനെയാണ്. തനിക്ക് ബോധ്യപ്പെടുന്നതുവരെ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് അടിമയെപ്പോലെ അദ്ദേഹം എന്തു പറഞ്ഞാലും അത് കേൾക്കുക, ഒരിക്കലും അത് സത്യാന്വേഷണത്തിന് സഹായിക്കുകയില്ല. ഇതാണ് വേദാന്തത്തിന്റെ ഗുരുവിനെ കുറിച്ചുള്ള മതം. പതഞ്ജലിയെക്കുറിച്ച് പറയുമ്പോഴാണ്, പതഞ്ജലിയുടെ യോഗശാസ്ത്രം വളരെ ഗംഭീരമല്ലേ? ആ യോഗശാസ്ത്രം പഠിച്ചിട്ട് പലരും സത്യമാർഗത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. അവിടെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത്, അദ്ദേഹത്തിൽ നിന്ന് കൊള്ളാവുന്നതൊക്കെ എടുത്തോളൂ, വേണ്ടെന്നാരും പറഞ്ഞില്ല. പക്ഷെ പരമസത്യം സംശയാതീതമായി തെളിയുന്നുണ്ടോ? ഉപനിഷത്ത് സത്യം
ഇല്ല, അതിന് തടസ്സം വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയൂ, ദേഷ്യപ്പെട്ടിട്ടല്ല, പതഞ്ജലി സ്വാമി ഒന്ന് മാറി നിൽക്കൂ, ഞാൻ മുമ്പോട്ട് പോട്ടെ, എനിക്ക് സത്യം അനുഭവിക്കണം, അതിനങ്ങ് തടസ്സമാണെങ്കിൽ നിശ്ചയമായിട്ടും മാറി നിൽക്കൂ. ഈ ധീരതയാണ് ഒരു സത്യാന്വേഷിക്ക് വേണ്ടത്. അവിടെയാണ് ഈ ചോദ്യം. ഈ അടുത്ത കാലത്ത് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ട് കുറച്ചൊന്ന് പിണങ്ങി ഇറങ്ങിപ്പോയേ, അതായത് ഗുരുവിനെ ധിക്കരിക്കാമോ സാർ? ഞാൻ പറഞ്ഞു, അത് ഗുരുവിനെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. എന്തിനാ ഗുരുവിനെ ധിക്കരിക്കുന്നത്? പക്ഷെ നിങ്ങൾക്ക് സത്യമാണോ വേണ്ടതെങ്കിൽ ഈ ഗുരുവിൽ നിന്നും സത്യം പൂർണ്ണമായി തെളിയുന്നില്ലെങ്കിൽ ധിക്കരിക്കാതെ അദ്ദേഹത്തെ കടന്നു മുമ്പോട്ട് പോകും. അത് തന്നെയും ആരൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുക, ഈ ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞു. ഗുരുവിനെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഗുരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചിരിക്കും. അവിടെ നിൽക്കാനല്ലേ വെക്കൂ. നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഗുരുദേവൻ ഈ മതനിരർത്ഥകത, പരമസത്യം കാണാത്ത മതങ്ങളുടെ തമ്മിലടിയും നിരർത്ഥകതയും ഇന്ന് നമുക്കത് എവിടെ നോക്കിയാലും കാണാം. പക്ഷെ ഇതൊന്നും പൂർണ്ണമായി പരിഹരിക്കാൻ സാധ്യമല്ല. യഥാർത്ഥ സത്യം അന്വേഷിക്കുന്നവർ തന്നെ കുറവ്. കാരണം ചില ആശയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തലച്ചോറിനെ കീഴടക്കിയിരിക്കുകയാണ്. മത അന്ധത എന്ന് പറയുമല്ലോ, അതാണ് നമ്മൾ ഇന്നെവിടെയും കാണുന്നത്. അതാണ് ഗുരുദേവൻ 44-ാം പദ്യത്തിൽ നിഷേധിക്കുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ട് അലയാതിരുന്നിടേണം. അത് ഗംഭീരമായ ഒരു നിർദ്ദേശമാണ്. പല മതസാരവും ഏകമെന്ന് പാരാത്ത എല്ലാ മതങ്ങളും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഒന്നാണ്, ശാസ്ത്രീയമായ ഈശ്വരതത്വം. അതാണ്. അപ്പോൾ ഏത് മതത്തിന്റെയും ലക്ഷ്യം അതാണ്. അത് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായും അതിനപ്പുറം പിന്നെ ഒന്നും അന്വേഷിക്കാനില്ല. വേദാന്തത്തിന്റെ അഥവാ ഉപനിഷത്തിന്റെ ഗുണം അതാണ്. സത്യം ശാസ്ത്രീയമായി തെളിയിക്കുന്നു. ലേശം പോലും സംശയത്തിന് വകയില്ലാത്ത മട്ടിൽ. എന്നിട്ടത് അനുഭവിക്കാനുള്ള മാർഗവും വ്യക്തമായി ഉപദേശിക്കുന്നു. ഇന്നുവരെ ആ മാർഗം പിന്തുടർന്നിട്ടുള്ള മഹാഗംഭീരന്മാർക്കൊക്കെ ആ സത്യം സൂര്യതുല്യം തെളിഞ്ഞിട്ടുണ്ട്. ഗുരുദേവനും അത് വ്യക്തമായി തെളിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് പല മതസാരവും ഏകം. എന്താണ് ആ ഏകം? നമുക്കല്പം യുക്തി ചിന്ത ചെയ്തു നോക്കാൻ വേണമെങ്കിൽ ഈ ജഗത്തിന് ഒരു പരമകാരണം കണ്ടെത്തുന്നതുവരെ ജഗത്തെന്ന കടങ്കഥ അഴിയുകയേയില്ല. അല്പം ഗംഭീരമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പരമകാരണ ചിന്ത. ഈ ജഗത്തിൽ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉണ്ടായി മറയുന്ന കാഴ്ചകളാണ്. ഉണ്ടാകുന്നു, അല്പം നിലനിൽക്കുന്നതായി തോന്നുന്നു, മറയുന്നു, എല്ലാ കാഴ്ചകളും. അപ്പോൾ ഉപനിഷത്തുക്കളിലെ ശിഷ്യന്മാരുടെ ചോദ്യം എന്താ? ഒറ്റ ചോദ്യം, യതോ വായുമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യം പ്രയന്തി അഭിസംവിശന്തി. തൈത്തിരീയോപനിഷത്തിലും മറ്റും ഭൃഗു ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഗുരു, യതോ വായുമാനി ഭൂതാനി ജായന്തെ, ഏതിൽ നിന്നും ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ച ദൃശ്യങ്ങൾ പൊന്തിക്കാണുന്നു? ഏന ജാതാനി ജീവന്തി, ഏതിൽ അവ നിലനിൽക്കുന്നു? യം പ്രയന്തി അഭിസംവിശന്തി, ഏതിലാണ് അവ തിരിച്ചു ലയിക്കുന്നത്? ആ വസ്തുവാണ്
പരമകാരണം. ഏതോ ഒന്നിൽ നിന്ന് പൊന്തുന്നു, അതിൽ നിലനിൽക്കുന്നു, അതിൽ തിരിച്ചു ലയിക്കുന്നു. അതേത് വസ്തു? ഇതാണ് ചോദ്യം. ആ വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒന്നും കാണാനില്ല. പരമകാരണം. ഇത് പിടികിട്ടുന്നുണ്ടല്ലോ. ഏതിനും ഈ പ്രപഞ്ചത്തിനൊരു പരമകാരണം കണ്ടെത്തുന്നില്ലെങ്കിൽ ഇതിന്റെ കടങ്കഥ അഴിയുകയില്ല. എന്താ പ്രപഞ്ചം? ഒരു പിടിയുമില്ല. എവിടെ നിന്നുണ്ടാകുന്നു? ഒരു പരമകാരണം കണ്ടുപിടിക്കൂ. പരമകാരണം കണ്ടെത്താനുള്ള സാധാരണ യുക്തിയാണ് ഭാഗവതവും മറ്റും പറയുന്നത്. ഏതുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട്. ബോധം. ഏതില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ബോധം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പരമകാരണം ബോധം. ബോധമാണ് പരമകാരണം എന്ന് പിടികിട്ടിയെങ്കിൽ പരമകാരണ രൂപത്തിലുള്ള ബോധം എങ്ങനെയുള്ളതായിരിക്കും? പരമകാരണമാണെങ്കിൽ അല്പം ഒന്ന് ചിന്തിച്ചാലേ ഇത് നമുക്ക് ബുദ്ധിക്ക് ഉറപ്പ് വരൂ. പരമകാരണമാണെങ്കിൽ അത് മറ്റൊന്നിൽ നിന്ന് ജനിച്ചതാവാൻ പറ്റില്ല. മറ്റൊന്നിൽ നിന്ന് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതിനെ ജനിപ്പിച്ച മറ്റൊന്നാവും പിന്നെ പരമകാരണം. അപ്പോ അത് ജനിച്ചതാവാൻ പറ്റില്ല. പരമകാരണം ഒരിക്കലും ഒന്നിൽ നിന്നും ജനിച്ചതാവാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പരമാത്മാവ്, ബ്രഹ്മം, ഉപനിഷത്തുകളിലും എഴുത്തച്ഛന്റെ രാമായണത്തിലും ഒക്കെ നമ്മൾ പരമകാരണത്തെക്കുറിച്ച് ആദ്യം പറയുന്ന വാക്കെന്താ? അജം. ജനിച്ചതല്ല. ഗീത അജോ നിത്യ ശാശ്വതോയം പുരാണോ. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. ജനിക്കാത്തത്. ജനിച്ചത് പരമകാരണമാവാൻ പറ്റില്ല. കാരണം ജനിച്ചതിൻ്റെയൊക്കെ കാരണം അന്വേഷിക്കുകയാണ്. ജനിച്ചത് പരമകാരണമാണെങ്കിൽ അതിനെ ജനിപ്പിച്ച മറ്റൊന്നായിരിക്കും പരമകാരണം. അപ്പോ പരമകാരണമാണോ അജം? ജനിക്കാത്തതായിരിക്കും. ജനിക്കാത്തത് മരിക്കുകയില്ല. നിയമമാണ്. ജനിച്ചതേ മരിക്കൂ. അപ്പൊ എന്താ രണ്ടാമത്തെ പരമകാരണത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വാക്ക്? അജം, അമരം. ഇതൊക്കെ നിരന്തരം നമ്മുടെ ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛനും ആവർത്തിക്കുന്ന രാമനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഭാവിച്ചാൽ എഴുത്തച്ഛൻ തുടങ്ങും. അജം, അമരം, നിർഗുണം, നിർവികാരം, നിഷ്ക്രിയം എന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ അജം, അമരം. ജനിക്കാത്തത്, മരിക്കാത്തത്. ജനിക്കാത്തതും മരിക്കാത്തതുമാണെങ്കിൽ ഇടയ്ക്ക് ഉള്ള വികാരങ്ങളൊന്നും സാധ്യമല്ല. ഏത് വസ്തുവിനും, അതായത് ജീർണിക്കൽ സാധ്യമല്ല. ജീർണിക്കുന്ന വസ്തുവാണെങ്കിൽ അത് ജനിച്ചതായിരിക്കും. അത് ജീർണിക്കുന്നു, മരിക്കുകയും ചെയ്യും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതാണ് ജീർണിക്കൽ. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വികാരം. അപ്പോ അജം, നിർവികാരം, അമരം. ഈ വാക്കുകളൊക്കെ പരമകാരണത്തിന് അത്യന്താപേക്ഷിതം. ജനിച്ചതോ വികാരപ്പെടുന്നതോ മരിക്കുന്നതോ ആണെങ്കിൽ അതൊരിക്കലും പരമകാരണമാവാൻ സാധ്യമല്ല. ഇനി പരമകാരണമാണെങ്കിൽ അത് വ്യാപ്തം, സർവത്ര നിറഞ്ഞു നിൽക്കണം. അതായത് കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അകവും പുറവും നിറഞ്ഞ് ആ കാരണമുണ്ടാകണം. എങ്കിലല്ലേ കാര്യമുണ്ടാകാൻ പറ്റൂ. അപ്പോ അജം, നിർവികാരം, അമരം, സർവവ്യാപ്തം, സർവശക്തം. കാര്യങ്ങളായി കാണുന്ന സകല കാഴ്ചകളിലും എന്തെന്തെല്ലാം ശക്തികളുണ്ടോ അതൊക്കെ ആ പരമകാരണത്തിൻ്റേത് ആകാനേ പറ്റൂ. സർവശക്തം, സർവജ്ഞം, എല്ലാം അറിയുന്നത് എന്താ?
ഓരോ കൊച്ചു കൊച്ചു കാഴ്ചകൾക്കും എന്തെല്ലാം അറിവുകളുണ്ടോ, നമ്മുടെയൊക്കെ അറിവുകൾ ഉൾപ്പെടെ ഒക്കെ പരമകാരണത്തിന്റെ അറിവുകളാകാനേ പറ്റൂ. പരമകാരണത്തിന് ഇല്ലാത്ത ഒരു അറിവും കാര്യത്തിൽ സംഭവിക്കുകയേ വയ്യ. അപ്പോ ഒരു പരമകാരണം ഉണ്ടെങ്കിൽ അത് അജം, നിർവികാരം, അമരം, സർവവ്യാപ്തം, സർവജ്ഞം, സർവശക്തം. അതാണ് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ആചാര്യസ്വാമികൾ രണ്ടാം സൂത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അസ്യ ജഗതോ ജന്മസ്ഥിതി ഭംഗം യത സർവജ്ഞാത് സർവശക്തേഹ കാരണാത് ഭവതി. സർവജ്ഞനും സർവശക്തനുമായ ഏത് കാരണത്തിൽ നിന്ന് സംഭവിക്കുന്നുവോ തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം. എന്താ ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം. അത് ഉപനിഷത്ത് തന്നെ ബ്രഹ്മശബ്ദത്തിനർത്ഥം പ്രപഞ്ചമായി പെരുകിക്കാണപ്പെടുന്ന സൂക്ഷ്മവസ്തു. ബോധം സൂക്ഷ്മവസ്തുവാണ്. അതുകൊണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഈ അഖണ്ഡബോധം, ഗുരുദേവനൊക്കെ ആവർത്തിച്ച് പറയുന്ന അഖണ്ഡബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. സർവശക്തനാണ്, സർവജ്ഞനാണ്, ജനിക്കാത്തതാണ്, ജീർണിക്കാത്തതാണ്, മരിക്കാത്തതാണ്. ഇങ്ങനെ ഒരു പരമകാരണം ഉണ്ടെന്ന് വെക്കുകയല്ലോ, അതുണ്ടായാലേ പറ്റൂ. അതാണ് ബ്രഹ്മം, അഖണ്ഡബോധം. അത് ജനിച്ചതല്ല. അജോ നിത്യഃ ശാശ്വതോയം പുരാണോ, ശാശ്വതനാണ്, പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ നാമരൂപങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപേ ഉള്ളതാണ്. ഹന്യത്തെ ഹന്യമാനേ ശരീരേ, ഈ ജഡശരീരത്തിന് എന്തൊക്കെ സംഭവിച്ചാലും അതിന് ഒരു കേടും സംഭവിക്കുന്നില്ല. ജനിക്കാത്തതിന് എന്ത് കേട് സംഭവിക്കാൻ? നമ്മുടെ ഈ ജഡരൂപങ്ങൾക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഈ ബോധത്തെ, ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് താൻ അതാണെന്ന് അനുഭവിക്കുന്ന ആളാണ്. അങ്ങനെ അനുഭവിക്കുന്ന ആളിന് ഞാൻ അജനാണ്, നിർവികാരനാണ്, അമരനാണ്, ആനന്ദനിധിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ അനുഭവം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തിന് സോക്കേട് വരുന്നു, അല്ലെങ്കിൽ അത് ജീർണിക്കുന്നു, അത് മരിക്കുന്നു, അതിന് വേറെ പല കേടുകളും പറ്റുന്നു, അത് പല കർമ്മങ്ങളിലും ഏർപ്പെടുന്നു. അതൊക്കെ ഈ ബ്രഹ്മനിഷ്ഠനെ ബാധിക്കുമെന്ന് വിചാരിച്ചാൽ, അങ്ങനെ വിചാരിക്കുന്നവർ എന്ത് മഠേരാണ്. അപ്പോൾ അങ്ങനെ ബാധിക്കുന്നെങ്കിൽ അദ്ദേഹം ബ്രഹ്മനിഷ്ഠനല്ല. അങ്ങനെയുള്ള ആളിന്റെ ശരീരം എന്ത് കർമ്മത്തിൽ എവിടെ എങ്ങനെ ഏർപ്പെട്ടാലും, കൃഷ്ണൻ തന്നെ പറയുന്നു, അദ്ദേഹം ഈ ലോകത്ത് മുഴുവൻ കൊന്നാലും കൊല്ലുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും നഹന്തി, കൊല്ലുന്നില്ല. എന്താ, ഇവിടെ കൊല്ലാനൊന്നുമില്ല. ആകെ അജനും നിത്യനും നിർവികാരനുമായ ഒരു പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആരെ കൊല്ലാൻ? നഹന്തി, ലോകത്ത് മുഴുവൻ കൊന്നാൽ പോലും നഹന്തി ന നിബധ്യത്തെ, അദ്ദേഹം ഒരിക്കലും ബദ്ധനായിത്തീരുന്നും ഇല്ല. ഇതാണ് ഈ പരമകാരണം. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ ഒരു പരമകാരണം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഉണ്ടായേ പറ്റൂ. അതാണ് ബ്രഹ്മം, അഖണ്ഡ ബോധം. ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ഈ ശാസ്ത്രീയ യുക്തിയൊന്നും ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇത് വെറും സങ്കല്പിച്ചുണ്ടാക്കുന്ന ഈശ്വരതത്വമല്ല. ഇങ്ങനെ ഒരു സർവവ്യാപിയായ പരമകാരണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ജനിക്കാൻ പറ്റുമോ? ഇത് കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അജമായ പരമകാരണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ എന്തെങ്കിലും ജനിച്ചാൽ അജവും നിർവികാരവുമാണ്.
ആ കാരണം വികാരപ്പെടുന്നു എന്നാണ് അർത്ഥം. പറ്റുമോ? അജവും നിർവികാരവുമായ പരമകാരണം, അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒന്നും ജനിക്കാൻ സാധ്യമല്ല. അത് സർവവ്യാപിയാണ്, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. സർവത്ര നിറഞ്ഞ് നിശ്ചലം. നിർവികാരം എന്ന് വെച്ചാൽ നിശ്ചലമാണ്, ചലിക്കുന്നത് വികാരപ്പെട്ടു പോകും. ആ നിശ്ചലമായ വസ്തുവിൽ അതില്ലാത്ത ഒരു പോയിന്റ് ഇവിടെ ദേശം പോലും പിന്നീട് അതിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതില്ലാത്ത പോയിന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതല്ലാതെ മറ്റൊരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? കൃഷ്ണൻ ഉദ്ധവരോട് ചോദിക്കുന്നു ഭാഗവതത്തിൽ, എടോ, നിനക്ക് ആ സത്യത്തെ കാണണമെങ്കിൽ ഈ സകല കാഴ്ചകളിലും അകവും പുറവും ബോധരൂപനായ എന്നെ തന്നെ കാണൂ. അതെങ്ങനെ കൃഷ്ണ? ഒരാൾ ആകാശത്തെ നോക്കിയെങ്കിലും നീ അത് മനസ്സിലാക്കൂ. ഈ സ്പേസ്, ആകാശം നമ്മുടെ കണ്ണിന് വെച്ചാൽ നമുക്ക് തൽക്കാലം ആകാശം സർവവ്യാപിയാണ്. ആകാശം ഇല്ലാത്ത ഒരിടവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ കസേരയിൽ ആകാശമില്ലാത്ത ഒരു പോയിന്റ് ഏതാണ്? അകവും പുറവും നോക്കുക. ഇതിൽ ആകാശമില്ലാത്ത ഒരു പോയിന്റ് ഉണ്ടോ? ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ തുറന്ന് നോക്കുക. ആകാശം ഉണ്ടോ ഇല്ലയോ എന്നറിയാമല്ലോ. അപ്പൊ ഈ കസേരയിൽ സ്പേസ് ഇല്ലാത്ത ഒരു പോയിന്റുമില്ല. അങ്ങനെയാണെങ്കിൽ ആകാശമാണ് ഈ കസേരയായിട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇതിൽ ആകാശമില്ലാത്ത ഒരു പോയിന്റുമില്ല. അപ്പോൾ ആകാശം കസേരയുടെ രൂപത്തിലിരിക്കുന്നു. കൃഷ്ണൻ ചോദിക്കുന്നു, ആകാശത്തിന്റെ കാര്യത്തിൽ പോലും സകല വസ്തുക്കളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ടാണ് ആകാശം വെളിപ്പെടുന്നത് എങ്കിൽ ആ ആകാശത്തിനും കാരണമായി നിൽക്കുന്ന ബോധം ചിദാകാശമാണ്. ഈ ആകാശമായി കാണുന്നത് മുഴുവൻ ബോധാകാശമാണ്. ആ ബോധം സകല കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ധരിക്കാൻ എന്താണ് പ്രയാസം? അങ്ങനെയാണെങ്കിൽ ബോധമേ ഉള്ളൂ. ബോധമില്ലാത്ത ഒരു പോയിന്റ്, ആകാശമില്ലാത്ത ഒരു പോയിന്റ് ഒരു കാഴ്ചയിലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതുപോലെ ആകാശത്തിനും ഉറവിടമായ ബോധം ചിദാകാശമില്ലാത്ത ഒരു പോയിന്റ് ഒരു കാഴ്ചയിലും ഒരിടത്തും കണ്ടെത്താൻ സാധ്യമല്ല. ഉദ്ധവർ ചോദിച്ചു കൃഷ്ണനോട്, ഭഗവാനെ, എനിക്ക് ഈശ്വരനെ കാണുമോ? എനിക്കതിനിപ്പോ യോഗസാധനകളും ധ്യാനവും അതൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒന്നാമത് വയസ്സായി. ഇനിയിപ്പോ അങ്ങനെ യോഗമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിപ്പോ കാണണം ഈശ്വരനെ. അതിനെന്താ മാർഗം? അപ്പോൾ കൃഷ്ണൻ ഉത്തരം പറയുകയാണ്. നമ്മുടെ കൃഷ്ണൻ ഭാഗവതം 19 അധ്യായം വായിച്ചു നോക്കുക. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം ഈക്ഷയേതാത്മനി ചാത്മാനം യഥാ ഖം അമലാശയ. അല്ലയോ ഉദ്ധവരെ, മാമേവ എന്നെ തന്നെ സർവഭൂതേഷു സകല കാഴ്ചകളിലും ബഹിരന്തരപാവൃതം പുറത്തും അകത്തും ഒരു മറവും കൂടാതെ. ആകാശം നിറഞ്ഞു നിൽക്കുന്നു എന്ന് കാണാൻ മറവെന്താ? ഒരു മറവും കൂടാതെ സകല കാഴ്ചകളിലും ഞാൻ തന്നെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഈക്ഷയത ആത്മനി ചാത്മാനം, നിന്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് കാണുക. എങ്ങനെ? യഥാഖം, ഏതുപോലെയാണോ ആകാശം സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ശുദ്ധ ഹൃദയന് അത് വ്യക്തമായി കാണാൻ കഴിയും. അങ്ങനെ എന്നെ കാണാൻ കഴിഞ്ഞാൽ നീ കാണുന്നതൊക്കെ ഈശ്വരനെ.
നിനക്ക് ഇപ്പൊ ഈശ്വരനെ കാണണം എന്ന് നീ എന്നോട് ചോദിക്കുന്നു. ഈശ്വരനെ അല്ലാതെ നീ ഇവിടെ ഒന്നും കാണുന്നില്ല. നീ അതൊന്നും അറിയൂ. കഷ്ടം. ഇപ്പൊ ഈശ്വരനെ കാണണം. ഈശ്വരനെ കാണാൻ എന്താ പ്രയാസം? ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്ന് നിശ്ചയിക്കൂ. ഗുരുദേവൻ പറഞ്ഞില്ലേ, സമതൻ വിശേഷം ഏകം. ആ സമ എന്ന ശക്തിയെ ആശ്രയിക്കൂ. അതിന്റെ വിശേഷം ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം വിശേഷം, ഇത് സാമാന്യം, വിശേഷം ബ്രഹ്മം 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 ബ്രഹ്മം. ഇതങ്ങ് തീരുമാനിച്ചാൽ ഇത് ഇപ്പൊ ഈശ്വരനെ സർവത്ര സദാസമയം ഈശ്വരനെ തന്നെ കാണാം എന്നിരിക്കെ നീ കാണാത്തതിന് ഞാനാണോ കുറ്റക്കാരൻ? 1000 ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഒരാളത് കാണുകയാണ്. അയാൾ ചോദിക്കുകയാണ്, എനിക്കിത് ഓരോന്നും എടുത്ത് പരിശോധിക്കാനൊന്നും വയ്യ, എനിക്കിപ്പോ സ്വർണത്തെ കാണണം എന്ന് പറഞ്ഞാൽ, എടാ മടയാ, ഈ കാണുന്ന 1000 ആഭരണങ്ങൾ സ്വർണമാണ്, കാണുമോ? നിനക്കത് പിടികിട്ടാത്തതിന് നീ വേറെ എന്തോ ധരിക്കുന്നു. നിനക്കത് പിടികിട്ടാത്തതിനിപ്പോ ഞാൻ എന്ത് വേണം? ഇതാണ് കൃഷ്ണൻ പറയുന്നത്. ഇതാണ് പരമസത്യം, ശാസ്ത്രീയമായ സത്യം. ആർക്കു വേണോ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് ഇതിനെതിരായ വല്ല യുക്തിയും പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്ന് ഗാഠമായി ചിന്തിച്ചു നോക്കാം. ഞാൻ വളരെ കാലം ചിന്തിച്ചതാണ്. ഇതിനെതിരായ വല്ല യുക്തിയും കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ശ്രമിക്കുന്തോറും ഇത് ഉറപ്പ് വരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ വേണം ഇത് ഉറപ്പിക്കാൻ. അല്ല കണ്ണുമടച്ച്, അല്ല തലച്ചോറ് ബ്രെയിൻ വാഷ് നടത്തുന്നത് പോലെ എന്തെങ്കിലും വിശ്വസിച്ച് ഗുരുവിനെ ധിക്കരിക്കാമോ സാർ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും ഈ സത്യം ആർക്കും കിട്ടില്ല.